ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേദ സ്പൈസസിൻ്റെ കുങ്കുമപ്പൂവാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ആക്ച്വലി ഞാനിത് കാശിയുടെ സമയത്ത് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇപ്പോഴും തെറ്റായ ധാരണകളുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്തതാണ് അവരുടെ കയ്യിൽ, പ്രൊമോഷനല്ല. ഇത് ഞാൻ പർച്ചേസ് ചെയ്താണ്. ഞാൻ സത്യത്തിൽ ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടു. കാശിയുടെ സമയത്തും നല്ല കുങ്കുമപ്പൂ എനിക്ക് പ്രാവശ്യം കുങ്കുമപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കുങ്കുമപ്പൂ, ആദ്യമേ കുങ്കുമപ്പൂവിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് കുങ്കുമപ്പൂവിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നല്ല കുങ്കുമപ്പൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ കുങ്കുമപ്പൂ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന ടൈമിലാണ് പഴയ കാശിയുടെ സമയത്തുണ്ടായിരുന്ന വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഇവരുടെ പേജ് കണ്ടത്. അപ്പം തന്നെ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്കൊരു ബോട്ടിൽ വേണം, റേറ്റ് എങ്ങനെയാണ്, എനിക്ക് റേറ്റ് കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. 1 ഗ്രാമിന് 600 രൂപയാണ്. അറിയാമല്ലോ, കുങ്കുമപ്പൂ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പക്ഷേ അന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല എനിക്കൊരു ക്വാളിറ്റി തോന്നിയ കുങ്കുമപ്പൂ ആയിരുന്നു കേട്ടോ. അന്ന് ഗോഗു കുങ്കുമപ്പൂ കൊടുത്തു വിട്ടതായിരുന്നു, അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കൊളാബിന് വേണ്ടിയിട്ട് ഈ ചേച്ചി എനിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3 എണ്ണത്തിൻ്റെ കൂട്ടത്തിലും എനിക്ക് ക്വാളിറ്റി, എനിക്ക് ദുബായിൽ നിന്ന് വന്നതിൻ്റെ കൂട്ടത്തിൽ പോലും കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ക്വാളിറ്റി തോന്നിയ ഐറ്റം ഇതായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ചേച്ചീനെ കോൺടാക്ട് ചെയ്തത്. ചേച്ചി എനിക്ക് പറഞ്ഞാൽ വേണമെന്ന് പറയുമ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഇനി പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട, കൊളാബായിട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. സോ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ കൂടിയിട്ടും എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയാം. നമ്മൾ ഇപ്പോഴും അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുന്നവരുണ്ട് എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെന്താ, ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നല്ല തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനാണെങ്കിൽ ഇഷ്ടംപോലെ കൊളാബ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അങ്ങനെ ഈ ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പലതിൻ്റെ റിവ്യൂ പറയാറുള്ളത്. ഇപ്പം എന്തോ കൊളാബിൻ്റെ പ്രൊമോഷൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റേ നമ്മുടെ ഫ്രണ്ട് ആപ്പിൻ്റെയാണ്. അതിന് മുമ്പ് വേറെ എന്തോ ബെറ്റിംഗ് ആപ്പിൻ്റെ ആയിരുന്നു. എനിക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ ചെയ്യാമെന്ന് ചോദിച്ചു വന്നിട്ട്. അന്നേരം ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവർ പേയ്മെൻറ്റ് പറഞ്ഞത് 25,000 ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 25,000 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷോർട്സിന് മാത്രം, ലോങ് വീഡിയോ അല്ല, ഷോർട്സ് ചെയ്യുന്നതിന് മാത്രം 25,000 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത് രാജാ ഗെയിംസ് അങ്ങനെ എന്തോ ഒരു ഗെയിമായിരുന്നു. അവർ ഡയറക്റ്റ് അല്ല കോൺടാക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് കോൺടാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ ഒരു കുട്ടിയാണ് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ആവശ്യത്തോട് പറഞ്ഞു, ഇത് കണക്ക് പ്രശ്നങ്ങളൊക്കെ നടപ്പുണ്ടല്ലോ, ഇത് കണക്ക് ഗെയിമിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എടുത്തിട്ട്, എനിക്കാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വലിയ റീച്ച് ഒന്നുമില്ല, അതുകൊണ്ടിട്ട് എനിക്ക് ട്രോളോ കാര്യങ്ങളൊന്നും വരുന്നില്ല, സമാധാനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റീച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കത് പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ആഘോഷനോട് പറഞ്ഞു. അന്നേരം ആഘോഷം ഇല്ല, പേടിക്കാനൊന്നും ഇല്ല. ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ 25,000 എമൗണ്ടും പറയും. എമൗണ്ട് 25,000 അല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ചെറിയ ചാനലായതുകൊണ്ടിട്ടാണ് ആ ഒരു റേറ്റ് പറഞ്ഞത്. വലിയ ചാനലുകൾക്ക് വലിയ എമൗണ്ടുകളായിരിക്കും പറയുന്നത്. നിങ്ങൾ പലരും പല വീഡിയോസിൽ കണ്ടിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു യൂട്യൂബിനകത്ത് കൂടുതലും ഇൻകം എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രൊമോഷനുകൾക്ക് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു വരുമാനമാണ്, വീട്ടിലിരുന്ന് തന്നെ ചുമ്മാ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ചെന്ന് തല വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ ഇത് കണക്ക് നമുക്ക് ഇതുണ്ടല്ലോ, ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു മറ്റേ എന്തുവാ വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വീട്ടിലിരുന്നുകൊണ്ടിട്ട് പൈസ ഉണ്ടാക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു, മോളെ നിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേന് ആദ്യമേ അവർ ഇത്ര രൂപ അടയ്ക്കാൻ പറഞ്ഞു, ഇനി ഞാൻ അടച്ചു, പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, പിന്നെ ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു, പിന്നെ ഇത്ര അടച്ചു. ലൈക്ക് ഇരട്ടിപ്പിക്കൽ കണക്ക് ആ ഒരു രീതിയിൽ പോയി. ലാസ്റ്റ് എൻ്റെ ഫണ്ട് ഏകദേശം ഒരു 2,500 ആയപ്പോഴത്തേന് ഞാൻ നിർത്തി. ഞാൻ ആയതുകൊണ്ടിട്ട് ഞാൻ അതിൽ നിർത്തി. പക്ഷേ ഇത്രയും പേരുടെ പൈസ ഇത് കണക്ക് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു. ആ ഒരു മെസ്സേജോടുകൂടി അന്ന് എനിക്ക് ആ വീഡിയോ ചെയ്തതിന് എനിക്ക് ആ കുട്ടി 1000 രൂപ എന്തുവായിരുന്നു തന്നത്.
ഒരു നോർമൽ ഒരു പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹൗസ് വൈഫായിരുന്നു എനിക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് ഇങ്ങനെ ആളുകളെ ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ടിട്ടായിരിക്കണം ഈ ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതിനുശേഷം ഞാൻ എടുത്തിട്ടേ ഇല്ല, ഇന്ന് വരെ ഞാൻ വർക്ക് അറ്റ് ഹോം എടുത്തിട്ടില്ല. എനിക്ക് ഈ സ്റ്റോറി പോസ്റ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വരെ കമൻറ്റ് വരാറുണ്ട്, അതിൽ പോലും ഞാൻ എടുക്കാറില്ല. എനിക്ക് വേണ്ട, എനിക്ക് ആ ഒരു പൈസ വേണ്ട. ഞാൻ നോർമലി ഞാൻ അങ്ങനെ കൊളാബ്സിനൊന്നും പ്രൊമോഷൻസിനോ ഒന്നും പേയ്മെൻറ്റ് മേടിക്കാറില്ല. അത് എൻ്റെ കൂടെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഞാൻ ഒന്നിനും പേയ്മെൻറ്റ് മേടിക്കാറില്ല. പിന്നെ എനിക്ക് യൂസ്ഫുൾ അല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും വീഡിയോസൊക്കെ മാത്രം ചെയ്ത് കൊടുക്കുന്നതിന് മാത്രമായിരിക്കും എന്തെങ്കിലും ചെറിയ, അതും വലിയ എമൗണ്ടൊന്നും ഇതുവരെ മേടിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് ഒരുവിധം എല്ലാവരും സ്റ്റാർട്ടിങ്ങിലുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അവർ അവരുടെ കയ്യിലുള്ള എമൗണ്ട് മുടക്കിയിട്ടായിരിക്കും എനിക്കൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ എന്തും തരുന്നത്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പോയിട്ടില്ല എരുന്ന് തിന്നുന്നവരെ തുറന്ന് തിന്നെന്ന് പറയത്തില്ലേ, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ പ്രൊമോഷനൊന്നും പേയ്മെൻറ്റ് മേടിക്കാറില്ല. എന്നോട് ചില ചേച്ചിമാർ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, മോളെ നീ പേയ്മെൻറ്റ് മേടിക്കാറ് എത്ര രൂപയാണ്, എത്ര എമൗണ്ടാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട, എനിക്ക് പേയ്മെൻറ്റ് ഒന്നും വേണ്ട എന്ന് പറയും. ചിലത് എനിക്ക് പേജ് കണ്ടിട്ട് അത്യാവശ്യം റീച്ച് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് ഇത്ര രൂപ പേയ്മെൻറ്റ് വേണമെന്ന് പറയും. ഇതാരും ഓപ്പണായിട്ടിരുന്ന് പറയത്തൊന്നുമില്ല കേട്ടോ. ഞാൻ വാങ്ങാറില്ലാത്തതുകൊണ്ടിട്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. വാങ്ങുമായിരുന്നെങ്കിൽ ഞാൻ പറയില്ല കേട്ടോ. അത് എനിക്ക് 5,000 മുകളിൽ ഞാൻ ഇതുവരെ ഒന്നിനും പേയ്മെൻറ്റ് മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഇതിനകത്ത് ഞാൻ പേയ്മെൻ്റ് ഒന്നും മേടിച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല. പേയ്മെൻ്റ് ഒന്നും മേടിച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന ഫ്രണ്ട് ആപ്പിൻ്റെ കാര്യമല്ലേ, അതുപോലെ രാജ ഗെയിംസ് അവർ കോൺടാക്ട് ചെയ്തപ്പം അവർ എന്നോട് പറഞ്ഞു ഇത് കണക്ക്, ഞാൻ പറഞ്ഞു ഇത് കണക്ക് ട്രോളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, എനിക്ക് വയ്യ വെറുതെ തലവേദന എടുത്ത് തലവേക്കാൻ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം ആഘോഷം പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല, കമൻറ്റ് സെക്ഷനിലത്തൊക്കെ ഓരോരുത്തർ വന്നിട്ട് കമൻറ്റ് ചെയ്യും, നിങ്ങൾ വീഡിയോ ചെയ്തതിന് ശേഷം കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിട്ടാൽ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ തന്നെയാണ് ഒരുവിധം ആ ഒരു ബെറ്റിംഗ് ആപ്പിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ഓഫാക്കിയിടാറാണ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തോ ദൈവാധീനം കൊണ്ടിട്ട് ഞാൻ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേരിൽ ശരണേച്ചി ചേച്ചി ജാനിമോളെ ഇങ്ങ് വാ അപ്പച്ചെടുത്ത് വാ. കുഞ്ഞ് എണീറ്റ് കാശിനെ കൊണ്ടിട്ട് ജിത്തുമ്പോൾ പോയേക്കുന്നു. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്നോട് ഇന്നലെ വീഡിയോ ഇല്ലാത്ത എന്താണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇല്ലാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ലടോ. ഇപ്പം എല്ലാത്തിനും സമയം ഭയങ്കര കഷ്ടമാണ്. കാശിനെയും കൊണ്ടിട്ട് വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര പാടാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പം ഈ ഇൻസ്റ്റ റീലിൽ കടന്നിട്ടുണ്ട്, അത് എടുക്കാൻ ഭയങ്കര മെനക്കേടാണ് കേട്ടോ. ഒരു ദിവസം ഫുള്ള് വേണം ഒരു ചെറിയൊരു 1 മിനിറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത് വേണ്ട, പക്ഷെ അതാകുമ്പോഴത്തേനും അത്യാവശ്യം കാണാൻ എനിക്ക് തന്നെ കൊള്ളാമല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ്. അമ്മച്ചിൻ്റെ ഉറക്കം എനിക്ക് വന്നോളൂ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിൻ്റെ ഇടയ്ക്ക് ലാഗ് വരുന്ന വെച്ചാൽ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകൊണ്ടിട്ട് കേട്ടോ. നോക്കുക മീൻസ് ഇങ്ങനെ സംസാരം ഉള്ളതുകൊണ്ടിട്ടാണ്. അങ്ങനെ അതിനുശേഷം ഇപ്പം ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞുള്ളൊരു ആപ്പ്, അത് കുറച്ച് വൾഗറായിട്ടാണ് എല്ലാ ന്യൂസും വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് എന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. സമാധാനം. ജാനിമോളെന്നോ അമ്മ വിളിക്കുന്നത്. സമാധാനമുണ്ട്. സോ ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തലവേദന വരാറുണ്ട്. ഇതാണെങ്കിൽ ഞാൻ ഇന്നാളും ഞാൻ പറഞ്ഞ കാര്യമാണ്. എനിക്ക് നിങ്ങളെ ആരും ഇൻ്റർവ്യൂ ഒന്നും വിളിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ 3-4 ചാനലുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എറണാകുളത്ത് നിന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു കൊല്ലത്താണ് എന്ന് പറഞ്ഞിട്ട് ഒഴിയാറാണ് പതിവ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പറയും. അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ ചാനലുകാരുണ്ട്. ആക്ച്വലി ഇൻ്റർവ്യൂ അവരെടുക്കുന്ന അവരുടെ ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് അവർ എന്ത് കണ്ടൻറ്റ് വേണമെങ്കിലും കൊണ്ടുവരും. എന്തിനാണ് വെറുതെ നമ്മുടെ കുഴി നമ്മളായിട്ട് കൊണ്ടുവന്നതിൽ നമ്മളെ ട്രോളാനായിട്ട് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ വേണ്ടി ശ്രദ്ധിച്ചും കണ്ടു നോക്കിയപ്പോൾ പോകത്തുള്ളൂ. മുന്നേ കയറി ചാടി പുറപ്പെട്ട് പോയാൻ കേട്ടോ. ഇപ്പോൾ ഇച്ചിരി മെച്യൂരിറ്റിയൊക്കെ വന്നു. ഓരോരോ അവസ്ഥകളാണ് നമ്മളെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്.
അപ്പം നമ്മുടെ വേദ സ്പൈസസിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇത് നിങ്ങൾ വേദ സ്പൈസസ് അങ്ങ് വിട്ടോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പേജ് ചോദിച്ചാൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. ബിക്കോസ് അത്ര നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഞാൻ ആ ചേച്ചിക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചു, ചേച്ചി എനിക്കൊരെണ്ണം തരാമോ, എനിക്കൊരെണ്ണം വേണം, റേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ചോദിച്ചതിന് സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. കാര്യം എനിക്ക് ആ യൂസ് ചെയ്ത് അത്യാവശ്യം നമുക്ക് ഗുണമുണ്ട് എന്ന് തോന്നുന്ന സാധനം മാത്രമേ നമ്മൾ പിന്നെ റിപ്പീറ്റ് ആയിട്ട് പോയി മേടിക്കാനായിട്ട് നിൽക്കുള്ളൂ. സെയിം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എനിക്കിത് ഓക്കെ ആയി തോന്നിയൊരു പ്രൊഡക്റ്റാണല്ലോ. നമ്മൾ കുങ്കുമപ്പൂവിലേക്ക് കടക്കാം. ഞാൻ ഇതിൻ്റെ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ എടുത്തത്. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം അതേ കണക്ക് ഈ പേയ്മെൻറ്റ് കിട്ടുന്നതിൻ്റെയൊക്കെ കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ അത്യാവശ്യം ലെങ്ത് ആയിപ്പോയി. അപ്പം കുങ്കുമപ്പൂവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നിറം ഉണ്ടാവും, നിറം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ഉണ്ടോ. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇടപെടുന്നില്ല. എനിക്കത് തീരെ വിശ്വാസമില്ല. കുഞ്ഞിൻ്റെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീനിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാശി ബേബി ഇപ്പം ഗോകുവിൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്കായിരിക്കുന്നത്. ഫുള്ളായിട്ട് ഗോകുവിൻ്റെ അമ്മയുടെ ഫേസ് കട്ടാണ് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തായിരുന്നല്ലോ ബേബി ഉണ്ടായത്. സോ അതിൻ്റെ ഇടയ്ക്ക് എന്തോപോലെ കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാൻ ഒരു ഗോവിനെ പോലെ എല്ലാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് കളിയാക്കലുകൾ എനിക്കറിയാവുന്നവർ തന്നെ പറഞ്ഞവരുണ്ട് കേട്ടോ. സോ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ടോ അവരുടെ ഫാമിലി പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടിട്ട്. കാര്യം പ്രൂഫ് വേറെ വേണ്ടല്ലോ. നോ നീഡ് DNA എന്ന് പറയുന്ന കണക്ക് അവരെ കണക്ക് അച്ചിലിട്ട് വാർത്ത കണക്കിരിക്കണം, അമ്മേനെ കണക്ക് അച്ചിലിട്ട് വാർത്ത കണക്കിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഒക്കെ മാറി വരുമ്പം കാശി ബേബി ഇപ്പം വണ്ണമൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേനും ഗോകുവിൻ്റെ കണക്ക് നീണ്ട ഫേസൊക്കെ ആയി. ഇടയ്ക്ക് നോക്കുമ്പോൾ കറക്റ്റ് ഗോകുവിനെ പോലെയൊക്കെ തോന്നാം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ അച്ഛന്മാരാണൊക്കെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ അതേ കണക്കുള്ള അമ്മയാണ് കേട്ടോ. അങ്ങനെയാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ബേബി അത് സ്കാനിങ് റിപ്പോർട്ടിൻ്റെ അകത്ത് കണ്ടപ്പോഴത്തേന് കാശി ബേബി എങ്ങനെയാണോ കിടന്നത് അതുപോലത്തെ ഒരു ഫേസ് കട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി വരുമ്പോൾ അറിയാം ആളെങ്ങനെയാണ്, ആരുടെയാണ്, എൻ്റെ ആണോ ഗോകുവിൻ്റെ ആണോ എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളുടെ പപ്പയുടെ ഫേസ് കട്ടൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. ഇപ്പം അല്ല ചെറുതായിരുന്നപ്പം. ഇപ്പം കറക്റ്റ് എനിക്ക് തോന്നാറുള്ളത് ഗോകുവിൻ്റെ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. കുഞ്ഞിൽ ഞങ്ങളുടെ പപ്പയും ഗോകുവിൻ്റെ അമ്മയും കറക്റ്റ് പിച്ച് വെച്ചേക്കുന്ന കണക്കായിരുന്നു തോന്നുന്നത്. സെയിം ആ റൗണ്ട് ഷേപ്പിലുള്ള ഫേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു. അയ്യോ കാര്യത്തിൽ നിന്ന് ഞാൻ കടന്നു പോകുന്നു. കുങ്കുമപ്പൂ അത് കുഞ്ഞിൻ്റെ നിറമൊന്നും വർദ്ധിപ്പിക്കത്തില്ല. അത് കഴിച്ചുകൊണ്ടിട്ടല്ല കുഞ്ഞിന് നിറം വയ്ക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രഷർ കുറയുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ക്ഷീണം അതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കുങ്കുമപ്പൂ മേടിച്ചത്. നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കുങ്കുമപ്പൂവാണ്. ഇത് കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 സ്റ്റിഗ്മാസ് അതിൽ കൂടുതൽ കഴിക്കുകയും ചെയ്യരുത്. കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഒരു ഡെയിലി ഒരു 1 ഗ്രാമിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകരുത് എന്നാണ് പറയുന്നത്. ഇത് 1 ഗ്രാം ഉണ്ട് കേട്ടോ. ഇത്രയൊന്നും ഒരിക്കലും ആരും കഴിക്കത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് പ്രോബ്ലമാണ്. ഇത് തോനെ കഴിക്കുന്നത് ഒരു 5 ഗ്രാമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടിപ്പോകും എന്നാണ് പറയപ്പെടുന്നത്. സോ ഇതൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുമല്ലോ, ആ ഒരു സിറ്റുവേഷൻ. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഉറക്കമില്ല. നമ്മളിത് പാലിലിട്ട് കാച്ചി രാത്രി കിടക്കുമ്പോഴും രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോഴും അതുപോലെ രാത്രി കിടക്കുമ്പോഴും ഇപ്പോൾ പാല് കാച്ചിട്ട് ഇത് വന്നതിന് ശേഷം രാത്രിയിലും കുടിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ രാത്രി ഞാൻ കുടിക്കില്ലായിരുന്നു. ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ. നമുക്ക് ഉറക്കം ഒരു ഇതാകാൻ വേണ്ടിയിട്ട് സെറ്റാണ്. പിന്നെ PCOS പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതിനെപ്പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ ചിലർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻസിന് സെക്ഷൽ അതിനോടുള്ള പെട്ടെന്നുള്ള ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ആ ഒരു ടൈമിങ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതും എനിക്കറിയത്തില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിന് നല്ലതാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ഫേസൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അല്ല, നമ്മുടെ ഫേസൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിനിത് പാലിലൊന്നും ഇട്ടിട്ട് കുടിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ജസ്റ്റ് കുറച്ച് പാലിനകത്ത് ഒരു 2-3 ഇതിലിട്ടിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ
ആക്കുന്ന ടൈമിൽ ഞാൻ അങ്ങനെ ചെയ്യൂല കേട്ടോ. അത്യാവശ്യം വില കൂടുതലുള്ള സാധനമാണ്, അതുകൊണ്ടിട്ട് ഞാൻ കളയാൻ നിൽക്കില്ല. അല്ലാതെ തന്നെ ഫേസ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള റെമഡീസൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടിട്ട് അതിനകത്തോട്ട് കിടക്കില്ല. ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ കുങ്കുമപ്പൂവിൻ്റെ റീസൺ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഒന്ന് പറയണം, അതുപോലെ തന്നെ ഈ പ്രമോഷൻ എടുക്കുന്നവരുടെ കാര്യം കൂടെ പറയണമെന്ന് വെച്ചാൽ ഈ കോമഡിയാണ് ഇവിടെ ചിലത് തോന്നുന്നത്. ഞാൻ ഇത്ര കഴിച്ച് ഭയങ്കര റീച്ചുള്ള പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോഴത്തേന് അവരുടെ വീഡിയോസൊക്കെ വരുന്ന കാണുമ്പോഴത്തേന് ഈ ചിരിയാണ് തോന്നുന്നത്. കാര്യം ചെറിയൊരു സംഭവം വന്നപ്പോൾ നമുക്കൊരു അടി കിട്ടിയാലേ നമ്മളെല്ലാം തിരിച്ചറിയത്തുള്ളൂ. എനിക്കൊരു അവസ്ഥ വന്നുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാം ചിന്തിച്ച് ചെയ്യുന്നത്. സോ അത്രേ ഉള്ളൂ. ഒരു കാര്യം വരുമ്പോൾ പിന്നെ എല്ലാവരും ആലോചിക്കാം, ഇങ്ങനെയാണല്ലോ അതുകൊണ്ടിട്ട് വേണ്ട. നമ്മൾ മറ്റേ ബെറ്റിംഗ് ആപ്പ് വെച്ചിട്ട് മല്ലു ഫാമിലി അവരുടെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, സത്യത്തിൽ രസമാണ്. ഒന്നും പറയണ്ട. പിന്നെ പക്ഷേ ക്യാഷ് മണി അതാണ് മെയിൻ ഘടകം. എല്ലാവർക്കും നല്ല ഏണിങ്സ് ഉണ്ട് അതിനകത്ത്. ഈ ചെറിയ ചാനൽ വെച്ചുകൊണ്ടിട്ട് എനിക്ക് വന്നത് 25,000 രൂപയാണ് ഒരു വീഡിയോയ്ക്ക്, ഒരു ഷോർട്സിന് വന്നത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർക്കൊക്കെ എന്തോരം എമൗണ്ട് ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും, അവർ എന്തോരം എമൗണ്ട് വെച്ചിട്ടായിരിക്കും ഓരോ വീഡിയോയ്ക്കും അവർ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും. ഒരു വീഡിയോ അല്ല പറയുന്നത്, ഒരു വീഡിയോ ചെയ്യുന്ന ഇത്ര എമൗണ്ട്. പണത്തിന് മേലെ പഴയൊന്നും മറക്കില്ല. യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം ഇൻകമൊക്കെ കിട്ടുന്ന ചാനലുകൾ തന്നെയാണ് കൂടുതൽ ഈ കെണിക്കകത്ത് പോയി പെടുന്നത്. അതാണ് അതിലും വലിയ കോമഡി. നിങ്ങളാരെങ്കിലുമൊക്കെ വളർന്നു വരുന്ന ചാനലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണൊക്കെ പ്രൊമോഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക. പിന്നെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ എടുക്കുമ്പോഴും സൂക്ഷിച്ചെടുക്കുക. പേജ് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. കാര്യം ചിലർ നമ്മളോട് പ്രൊമോഷൻ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വരും, നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കും. ആദ്യം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ റിവ്യൂ ഉണ്ടോ എന്ന് നോക്കുക, അവരോട് ചോദിച്ചാൽ അതെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കാവുള്ളൂ. ഞാൻ അങ്ങനെ ഉണ്ടോ ചെയ്യുന്നത്. കാര്യം കസ്റ്റമർ റിവ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവർ നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ കുറേ ആൾക്കാർ പോയിട്ട് ഇത് ചെയ്യും, ഡ്രസ്സ് മേടിച്ചതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യും. ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇല്ല പേജുകാർ പിന്നെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കില്ല. ലൈക്ക് അതൊരു തട്ടിപ്പാണ്. പേയ്മെൻറ്റ് മേടിച്ചു, അവർക്ക് ആകെ നഷ്ടമായത് എനിക്ക് തന്നൊരു ഡ്രസ്സ് മാത്രമായിരിക്കും അവർക്ക് നഷ്ടമായിട്ടുണ്ടാവുക. ബാക്കിയുള്ള കുറേ പേര്, ഒരു 100 പേരുടെ കയ്യിൽ നിന്ന് ഒരു 1000 റുപ്പീസ് വെച്ച് ഡെയിലി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. എൻ്റെ ആ ഒരു റീച്ച് കുറഞ്ഞു വരുമ്പോഴത്തേനും അടുത്ത ഇൻഫ്ലുവൻസറിനെ കണ്ടെത്തും. വീഡിയോകൾ മാത്രമേ പോകൂ, പ്രൊഡക്റ്റ് പോകില്ല, നാട്ടുകാരുടെ പൈസയും പോകും. സോ അതൊക്കെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.